ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് ഓണം ഡേ ആണ്. ഇവിടെ ഓണക്കോടിയെല്ലാം ഇങ്ങനെ സ്കൂളിൽ ലാസ്റ്റ് ഡേ ആണ്. അദ്ദിക്കുട്ടന് നല്ല പനിയാണ്, അതും കൂടെ പറയാം. അപ്പോൾ ഇന്നത്തെ ഓണം പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ടീക്കുട്ടി ഇന്ന് ലാസ്റ്റ് എക്സാം സയൻസ് ആട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു 1:30-2 മണി വരെ പുലർച്ചെ വരെ ഇരുന്ന് ആ നോട്ടും ടെക്സ്റ്റ് ഫുള്ള് കലക്കി കുടിച്ചിട്ട് കിടത്തമാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എഴുന്നേക്കാൻ ഇപ്പോൾ 6 മണിയായി, എഴുന്നേൽപ്പിച്ചിട്ടില്ല. കാരണം അത്രത്തോളം ലേറ്റായി. മാലയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആൻറ്റി ടാർണിഷ് ഒരു ചെയിനാണ്, നല്ല ഭംഗിയുണ്ട്. ടീയ ഇനിയും എഴുന്നേറ്റിട്ടില്ല, അതാണ് ഒരു സീന്. നല്ല പനിയുണ്ട്. ഇതെന്ന് ആദ്യം ചോദിച്ചത് ഇതേ വള എവിടെയെന്നാണ് കേട്ടോ. പക്ഷെ വളയൊക്കെ റെഡിയായി, ആളൊട്ടും റെഡിയായില്ല. നല്ല പനിയുണ്ട്, 2 പേർക്കും പനിയുണ്ട് കേട്ടോ. പനിയായി ദേ യൂണിഫോം അല്ല, ഓണക്കോടി ഇട്ടിട്ട് നമുക്കൊന്ന് പോകാൻ പറ്റൂ. എക്സാം വേറെ. ഇന്നലെ രാത്രി 1:30-2 മണി വരെ ഇരുന്ന് പഠിച്ച് ടെക്സ്റ്റ് എല്ലാം വായിച്ച് എന്നാൽ സെറ്റാക്കിക്കോ. പാവം ഒന്നിനും വയ്യാതെ ആയിട്ടോ. ഫാനെല്ലാം ഓഫ് ചെയ്തു, അത് ലൈറ്റാ. ഷോ ഗൈസ്, കുഴപ്പമില്ല, ശരിയാവും അല്ലേ. അപ്പോൾ ഓണത്തിന് പനിയുള്ളവർ എത്ര പേരുണ്ട് ഗൈസ്? ഒട്ടും വിചാരിച്ചില്ല കേട്ടോ നമുക്ക് പനി ഇങ്ങനെ 8ൻ്റെ പണിയായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഒരുവിധം നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് ഒട്ടും വയ്യാട്ടോ. അപ്പോൾ എക്സാമാണ് അവൾക്ക് പ്രശ്നം. ഇല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ, മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു, മുല്ലപ്പൂ കിട്ടിയില്ല. മുടിയൊന്നും സെറ്റാക്കിയിട്ടില്ല, ഡ്രസ്സെല്ലാം സെറ്റാക്കി. വള കാണിച്ചേരാ, നീ ചന്ത വളയൊക്കെ ഇട്ട് വലിയ മൂടൊന്നുമില്ല. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനും വയ്യ. ഇന്ന് മൊത്തത്തിൽ വയ്യായികയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് എക്സാം ടീക്കുട്ടിക്ക് സയൻസ് ആണ്, അദ്ദിക്കുട്ടിന് മാത്സ് ആണ്. നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് സ്കൂൾ ക്ലോസ് ചെയ്യാല്ലേ ടിയ? ഇവിടെ സംസാരമേ ഇല്ല കേട്ടോ, പാവം. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? പനിയായിട്ട് ഇങ്ങനെ ചോറ് സോയ പോട്ടെ സാരില്ല, എല്ലാം കൂടെ കഴിക്കുക കേട്ടോ. എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ആളിവിടെ ഇങ്ങനെ റെഡി ആവാൻ തുടങ്ങാണ്. അപ്പോൾ ഓണത്തിന് എനിക്ക് തോന്നുന്നു പനിയുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷെ പാവണ്ടോ, അപ്പോൾ അവൾക്ക് നോക്കി ഇന്നലത്തെ എക്സാം ഒക്കെ എൻ്റെ കുട്ടികൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥ നോക്കിയേ. ഒരിക്കലും, എസ്പെഷ്യലി ക്രിസ്മസിന് വന്നാലും കുഴപ്പമില്ല ടിയ, ഓണത്തിന് വരരുത്. അതാണ് എക്സാമാണ്. അയ്യോ, എക്സാമാണ്. അപ്പോൾ ടീക്കുട്ടി ഇത് എങ്ങനെ എന്തെല്ലാമോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മെല്ലെ പറയാലടാ. സൺഡേ എന്താ പരിപാടി? സൺഡേ ടീക്കുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട്. മാച്ചില്ല, ഷെയ്ഡ് അത് സാരില്ല. മോർണിംഗ് തന്നെ മരുന്നാണ്, കഴിച്ചേ പറ്റൂ, ഒരു നിവർത്തിയില്ല. അമ്മ വായിലിട്ട് തരട്ടെ. എൻ്റെ മരുന്ന് കഴിഞ്ഞു, അദ്ദിക്കുട്ടിന് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി ടീക്കാണ്. എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ട് ഓണത്തിന് മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. ഓക്കെയാണോ? കണ്ണെല്ലാം എഴുതി, കണ്ണ് നോക്കുമ്പോഴേ അറിയുന്നുണ്ട് ടിയ പനിയാണെന്ന്. ഇപ്പോൾ ഒരു ഇത്തിരി ഒരു അത് സെറ്റാവും. എക്സാം ആലോചിച്ച് എഴുതിയിട്ട് പിന്നെ ഗൈസ് ഇതുപോലെ 2 വാല്, കുതിരവാല് പോലെ 2 സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫേസ് നോക്കട്ടെടാ. അങ്ങനെ എല്ലാം സെറ്റായി ഗൈസ്, എല്ലാം സെറ്റായി. ഒരു മുഖത്ത് ഒരു മിനിറ്റ് നോക്കട്ടെ, ഒന്ന് കറക്റ്റ് ആക്കട്ടെ. ഓക്കെ ഫൈൻ. ഒരു വാട്ടമുണ്ട്, ചെറിയൊരു വാട്ടമുണ്ട്, അത് സെറ്റാക്കാം. ബാക്കൊക്കെ ഞങ്ങൾ ഒപ്പിക്കലാട്ടോ, അതൊന്നും അത്ര വലിയ കാര്യമില്ല. എന്നാലും അല്ല അത് എങ്ങനെ വേണ്ട, എല്ലാം ഒരുങ്ങി സ്കൂളിൽ പോകാൻ നേരത്താണ് നെയിൽ പോളിഷ്. ഇതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മറന്നുപോയി, അതിനൊന്നും സമയമില്ല. കളിക്കരുത് ചിക്കു, എടാ ദേഹം അനക്കരുത്, ഇങ്ങോട്ട് വരൂ ഗൈസ്. അങ്ങനെ നമ്മുടെ അദ്ദിക്കുട്ടൻ കുർത്തയൊക്കെ ഇടാൻ വേണ്ടി പ്ലാനിങ് ആയിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. ആൾക്ക് നല്ല ചുമയും പനിയും, അതൊക്കെ ഇടുമ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടബിൾ. അപ്പോൾ അതുകൊണ്ട് ഫ്രീക്കായി ഗൈസ് നമ്മൾ ഓണത്തിന്. ഇല്ല അദ്ദിക്കുട്ട, നമുക്കൊരു കല്യാണം വരുന്നുണ്ട്, അപ്പോൾ പൊളിക്കാട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ പട്ടുപ്പാവാടയൊക്കെ ഇട്ട്, സമയം ഒരു നോക്കണം, വാച്ച് ഞാൻ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഓൾറെഡി നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയൊരു ഷോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഓർബിസിൽ വെച്ചിട്ട് ഓർബിസ് കളിക്കാൻ ഓർബീസ് കളിക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഓർബീസിൽ കളിക്കാൻ അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. സാറ്റിസ്ഫൈ, അയ്യോ എന്ത് രസമാണ് ഗൈസ്, സത്യമായിട്ടുണ്ടോ, അടിപൊളിയായിട്ടുണ്ട്.
നന്നായി വളർന്നൂലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെറിയ കുറച്ച് ഇതിൽ കുറച്ച് വെള്ളം ഇടണം. അയ്യോ എന്ത് ഭംഗിയാ നോക്കി, സോ സാറ്റിസ്ഫൈങ് ടിയ. നന്നായിട്ട് നല്ല വെള്ളം എടുത്തിട്ട് വാട്ടോ. അതിൽ അതൊന്നും പോരടാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. ഇതിലൊന്നും കാണുന്നില്ല. നമുക്കിതിൽ റോസ് വെച്ചിട്ട് അദ്ദിക്കുട്ട ഗൈസ്, അദ്ദിക്കുട്ടനൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ റിലാക്സേഷന് വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഓണം റിലേറ്റഡ് ആർട്ടിക്കിൾ അല്ലേ? ഇതിന് കളർഫുള്ളാക്കി കളർ കൊടുക്കൂ, ചുമ്മാ അങ്ങനെ ബ്ലാക്ക് മാത്രം ഗൈസ്. അങ്ങനെ ഓർബീസ് എല്ലാം നമ്മളെടുത്തിട്ട് ഈ ബോട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിപ്പോൾ എന്താവും എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമ്മളിത് മുമ്പ് ട്രൈ ചെയ്തതാണ്, അല്ലാതെ ട്രൈ ചെയ്യാതിരുന്നിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്താല്ലേ ഡയമണ്ട് പോലെ മിന്നണ ചിപ്പി. അതിക്കുട്ട താഴെ വീണത് കഴുകിയിട്ട് ഇതിലിടല്ലേ പോന്ന പ്ലീസ്. അതിൻ്റെ ഈ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ എന്താ പറയുക ചെളിയൊക്കെ ഇതിലാവും. നമ്മൾ ഇത്രയും ശ്രമിക്കണ്ട അങ്ങനെ. നീ അതിൻ്റെ വേറെ ഇട്ടോ പ്ലീസ്. ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. സാധാരണ ഈ ഫ്ലവർ നടുവിൽ വെച്ചിട്ട് വേണം ഒരു ബോധം. മമ്മയ്ക്ക് ബോധമില്ലടാ. നല്ല ബുദ്ധിമുട്ടായിട്ടാ സത്യം പറ. ഓൾറെഡി ഇതിലായിരിക്കണം, കുറച്ചുകൂടി നന്നായി താഴ്ത്ത. റോസ് താഴ്ത്തിയ പോലെ ഒന്ന് താഴ്ത്തി നോക്ക്, കിട്ടും. ഒരു പണിക്ക് ഇരട്ടിപ്പണി. അയ്യോ ഫൈനലി നമ്മൾ സക്സസ് ആയി ഗൈസ്. പക്ഷെ പൂവൊന്നും വെച്ചത് സെറ്റായില്ല അല്ലേ? റോസ് നന്നായിട്ടുണ്ടായിരുന്നു. എവിടെ കൊട്ടണേ? അവനവിടെ കളിച്ചോണ്ടിരിക്കും. വീണ്ടും നമ്മൾ അതിനെ കൊട്ടി ഗൈസ്. പക്ഷെ ഇതിലൊരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലുതേ ആവുന്നില്ല, ഇത് കുഞ്ഞതാ. എവിടെ നോക്കാൻ? ഓക്കെ. എടാ മിട്ടുവിനെ അറ്റാക്ക് ചെയ്തോ ഗൈസ്. മിട്ടു പാവം പേടിച്ചിട്ട് കൂട്ടിൽ കയറിയിട്ടാ. ഹാപ്പി ഹോളിയോ? എടാ വേണ്ടടാ ചിക്കു. എടാ താഴെ ഇറങ്ങി കളിക്കണ്ട കേട്ടാ. എന്നല്ലത് എന്ത് കളിക്കാനല്ലേ? നമുക്ക് ഓർമ്മയുണ്ടാ നമ്മൾ സ്വിമ്മിങ് പൂളില് മൊത്തം നിറച്ചിട്ട് ചിക്കു. എക്സാം ഡേയ്സ് ആണ്, പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ട്യൂഷൻ ടീച്ചർ പോയി, ഇനിയും സോഷ്യൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അത് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുറത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. തീരുന്നില്ല പഠിച്ചിട്ട്. വല്ലതും വന്നോ ഗൈസ്? നോട്ടിൽ നിന്ന് ഒരൊറ്റ സാധനം വന്നിട്ടില്ല. ഹിന്ദി 2-3 ക്വസ്റ്റ്യൻസ് ഉറപ്പെന്ന് പറഞ്ഞതായിരുന്നു, ഒന്നും വന്നിട്ടില്ല. അപ്പോൾ സോഷ്യലിലൊക്കെ ആകുമ്പോൾ പേടിക്കാൻ തുടങ്ങിയ ആൾ അപ്പോൾ ഇത് മുഴുവൻ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് എഴുതിയതാണ്. ഒന്ന് മറിച്ചിടാ. ഇതെല്ലാം ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് ഇതിന് മാത്രമേ വരൂ. ഇത് ടെക്സ്റ്റ് കലക്കി കുടിച്ച ആൾ ഇന്നലെ രാത്രി എത്ര മണി വരെ? 1 മണി ഇരുന്ന് ട്യൂഷൻ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ കഴിഞ്ഞ് ഇത് ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്താട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളുടെ അടുത്ത് പറയാനുള്ളത് ടെക്സ്റ്റ് നന്നായി വായിക്കുക. സ്കൂളെല്ലാം ക്ലോസ് ചെയ്ത് 2 പേരും വരാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ എല്ലാം ചാർജൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അദ്ദിക്കുട്ടൻ്റെ ഐപാഡാണ്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതെന്തോ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ, അതെനിക്കറിയില്ല. അതിന് ടീക്കുട്ടിയുടെ ഐപാഡ് നോക്കട്ടെ. ഇങ്ങനെയാണ്. എന്തായാലും ബോയ്സും ഗേൾസിന് സ്വാന്, ബോയ്സിന് ഇത് നമ്മൾ എവിടെന്നോ പോയപ്പം എടുത്തൊരു പിക്ചറാണ് തോന്നുന്നു. ഒട്ടും വയ്യ. അയ്യോ ഈ വെയിലിൽ തന്നെ ഇരിക്കടാ. മതി വാ എൻ്റെ പൊന്നെ, എഴുന്നേക്ക് വാ ഗൈസ്. അത്രയും വയ്യാട്ടോ. പോട്ടെ സാരില്ലടാ, ഇറ്റ്സ് ഓക്കെ വാ. ഇനി അങ്ങനെ എന്തോ ഒരു ചുട്ട് പൊള്ളണു. വേഗം വായോ, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്താടാ പട്ട് പൗഡർ ടോപ്പെല്ലാം മേലെ കയറിയാ? അയ്യോ പോയി ഗൈസ്. നോക്കട്ടെ ഫേസൊക്കെ നോക്കട്ടെ. സയൻസ് എക്സാം ഇത് മുഴുവൻ ടീക്കുട്ടി ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്താണ് കേട്ടോ. അപ്പോൾ നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. നമുക്കറിയില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കാം ആൻസർ പേപ്പറിലൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ. ഇത് മുഴുവൻ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് അവൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്താട്ടോ. ഇത് മാത്രമാണ് പഠിച്ചിട്ട് പോയിട്ടുള്ളത്. നോട്ട്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ഇത് മുഴുവൻ ടെക്സ്റ്റ് റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത നോട്ട്സാണ് കേട്ടോ. ഇത് ഓണായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. എന്തോരം സമയമാണെന്നറിയുള്ളൂ ഇത് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒട്ടുമിക്ക ബയോളജിയിൽ അത്യാവശ്യം നല്ല മാർക്ക്, ഫുൾ മാർക്കിൻ്റെ അടുത്തൊക്കെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അറിയില്ല, കാരണം ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുമല്ലോ.
ഇതുണ്ടോ, ഇത് മൈട്രോകോണ്ടിയ ദ പവർ ഹൗസ് ഓഫ് ദ സെൽ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇതെല്ലാം ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നത്. അതികുട്ട നീ ഇങ്ങനെ കളിക്കേണ്ട, ഒറ്റ മിനിറ്റ് ഇതുപോലെ ടെക്സ്റ്റ് റെഫർ ചെയ്യണം. ഈ അധികം ഭയങ്കര ഇതാട്ടോ, ചെയ്യാറില്ല, ഞാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, പക്ഷേ എനിക്കും അത് പറ്റാറില്ല. ഇതുണ്ടോ, ഇതെല്ലാം ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തതാക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിമിഷാൻറ്റി വേഗം ചെയ്താട്ടോ. സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാൽ മതി. അത്രയധികം ടീ അതിൽ പണി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനിയും കഴിഞ്ഞിട്ടില്ല, മതി, നിമിഷാൻറ്റി നിർത്തുന്നു. നല്ല പനിയായിട്ട് വന്നിട്ട് കിടക്കുകയാണ്.